മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 95 പേർ മരിച്ചു. 109 ഇന്ത്യക്കാരടക്കം 384 വിദേശ സഞ്ചാരികളെ കാണാതായെന്നാണ് റിപ്പോർട്ട്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നേപ്പാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന യുപിയിലും ബീഹാറിലും കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുന്നു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ടിബറ്റിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. 265 പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അൽത്താഫ് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അൽത്താഫ്, പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, വീഡിയോകൾ ഏറെ ഭയാനകമാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തായാലും 95 മരണം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? അരുണ്യ, ഏറെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇന്ന് രാവിലെയോടെയായിരുന്നു നേപ്പാളിലെ റസുവ ജില്ല, ടിബറ്റൻ അതിർത്തിക്ക് സമീപമുള്ള റസുവ ജില്ലയിൽ ഈ തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്, മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം 95ഓളം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യക്കാരടക്കമുള്ള 100ഓളം പേരെ കാണാതായിട്ടുണ്ട്. കൂടാതെ മൊത്തം 700ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നേപ്പാളിലുണ്ടായിട്ടുള്ള ഈ ഒരു മിന്നൽ പ്രളയം സമീപകാലത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ആ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 40 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ഒരു പ്രളയത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നിരവധി പാലങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. ആ തരത്തിൽ ഒരു വലിയൊരു ദുരന്തമാണ് നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ്. ബീഹാറിലും ഉത്തർപ്രദേശിലും എല്ലാം നിലവിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ നേപ്പാളിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ ഇന്ത്യ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അടിയന്തര സഹായമായിട്ട് നിലവിൽ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ടണ്ണോളം ചികിത്സാ സഹായങ്ങളും മറ്റുമെല്ലാമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ സംഘം പുറപ്പെട്ടിട്ടുള്ളത്. ആ തരത്തിൽ വലിയൊരു സഹായവും നേപ്പാളിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം നേപ്പാളിന് സഹായങ്ങൾ എത്തുന്നുണ്ട്. കൂടാതെ ഏതായാലും വലിയൊരു മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ എത്ര പേരെ കണ്ടെത്താൻ പറ്റും, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ നിരവധി മനുഷ്യർ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഘട്ടത്തിൽ നിരവധി മനുഷ്യർ ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരെല്ലാം വെള്ളത്തിന് അടിയിലായി പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ തരത്തിൽ എത്ര മനുഷ്യരെ ഇനി കണ്ടെത്താൻ പറ്റും, എത്ര പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കൃത്യമായ കണക്കുകളെല്ലാം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ 95 മരണങ്ങളാണ് നേപ്പാൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 700-ലേറെ പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ള ആത്മീയ ആചാര്യൻ കൂടിയായിട്ടുള്ള സദ്ഗുരുവിന്റെ ഇഷ ഫൗണ്ടേഷൻ അവരുടെ 77 പേരെ കാണാനില്ല എന്നുള്ളൊരു വാർത്തയും കുറച്ചു മുമ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരെ ഇന്ത്യയിൽ നിന്നും കാണാതാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. കൂടാതെ ചൈനയിൽ നിന്നും അതേപോലെ തന്നെ കൊറിയയിൽ നിന്നും എല്ലാം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തങ്ങളുടെ എത്ര പൗരന്മാരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടെല്ലാം അവർ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ തരത്തിൽ നിരവധി രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു വലിയൊരു ദുരന്തമായിട്ട് തന്നെ ഇത് മാറുകയാണ്. കൂടാതെ ടിബറ്റന്റെ അതിർത്തിയാണ്, ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ചൈനയിലും ഈ ഒരു മിന്നൽ പ്രളയത്തിന്റെ ഭാഗമായിട്ട് ചൈനയിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 3 പേർ മരിക്കുകയും ഏകദേശം 200-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. പ്രളയത്തിന് ശേഷം റസുവ ജില്ലയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. അതിനുശേഷം ടിബറ്റിൽ മണ്ണിടിച്ചിലിൽ 3 പേർക്ക് ജീവനഷ്ടമായെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഏകദേശം 300ഓളം പേരെ ഈ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുമുണ്ട്. അരുണെ, ഞാൻ ഇതാണ് പറഞ്ഞു വന്നത്. കാരണം ടിബറ്റിൽ 3 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, 300-ലേറെ പേരെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ ഇനിയും അപകടങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഇനിയും മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു മുന്നറിയിപ്പും ചൈന നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഒരുപക്ഷെ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 95 പേരെ നേപ്പാളിൽ മരിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണം നേപ്പാൾ പങ്കിടുന്നുണ്ട്, അവർ അറിയിച്ചിട്ടുണ്ട്.
കൂടാതെ 700-ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരവും അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 100-ലധികം പേരെയും കാണാതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദ്ഗുരുവിൻ്റെ അവർ മാത്രം പങ്കുവച്ച കണക്കനുസരിച്ച് 77 പേർ അവരുടേത് മാത്രമായിട്ട് കാണാതായിട്ടുണ്ട്. കൂടാതെ നിരവധി യാത്രക്കാരും വിദേശ സഞ്ചാരികളുമെല്ലാം നേപ്പാളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. ആ തരത്തിൽ ഇന്ത്യയിൽ നിന്നും എത്ര പേരെ കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പേരെ തന്നെ കാണാതായിട്ടുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അരുണ്യ, താണ് കാണാതായ ആളുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നേപ്പാളിന് നടുക്കി മിന്നൽ പ്രളയത്തിൽ 95 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 400ഓളം പേരെ കാണാതായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഇപ്പോഴും തെരച്ചിൽ, രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുകയാണ്. സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് നേപ്പാളിന്.